നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ഞാൻ വേറൊരു കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കഥയുടെ പേരെന്താണോ? അപ്പൂപ്പനും അമ്മൂമ്മയും അപ്പവും. പണ്ട് പണ്ട് ഒരുപാട് ദൂരെ ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും ഭയങ്കര പിടിവാശിക്കാരായിരുന്നു. അപ്പൂപ്പനാകട്ടെ ഒരു പിശുക്കനും. പല ദിവസവും അവർ പട്ടിണി കിടന്നു. ഭക്ഷണം കഴിച്ചാൽ ചിലവ് കൂടുമല്ലോ എന്ന് കരുതിയാണ് അവർ ജീവിച്ചത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം അടുത്ത വീട്ടിൽ നിന്ന് നല്ല അപ്പം ചുടുന്ന മണം വന്നപ്പോൾ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും നാവിൽ വെള്ളമൂറി. അവർക്കും അപ്പം തിന്നാൻ കൊതിയായി. അമ്മൂമ്മ പറഞ്ഞു, കുറച്ച് അരിയും തേങ്ങയും കൊണ്ടുവന്നാൽ നല്ല അപ്പം ചുട്ട് നമുക്ക് കഴിക്കാം. അപ്പൂപ്പൻ സമ്മതിച്ചു. പക്ഷേ അരി മേടിച്ചാൽ പൈസ ചിലവാകുമല്ലോ എന്ന് അപ്പൂപ്പൻ ആലോചിച്ചു. ആലോചിച്ച് അവസാനം അപ്പൂപ്പന് ഒരു ഉപായം കണ്ടെത്തി. പൈസ ചെലവാക്കാതെ അരിയും തേങ്ങയും സംഘടിപ്പിക്കാൻ. എന്നിട്ട് അപ്പൂപ്പൻ എന്ത് ചെയ്തുമെന്നോ? അപ്പൂപ്പൻ തൻ്റെ പുതപ്പിൻ്റെ അറ്റത്ത് ഒരു പശ പുരട്ടി അരിക്കടയിലേക്ക് നടന്നു. കടയിൽ അരി വച്ചിരിക്കുന്ന ചാക്കിൻ മുകളിൽ ഈ പശയുള്ള പുതപ്പ് ഒന്നും അറിയാതെ പോലെ ഇട്ടതിനു ശേഷം തിരിച്ചെടുത്തു. അപ്പോൾ കുറച്ച് അരിമണികൾ പശയിൽ പറ്റിപ്പിടിച്ചു. ആരും കാണാതെ അപ്പൂപ്പൻ അവ പെറുക്കിയെടുത്തു. ഇത് പലവട്ടം ആവർത്തിച്ചപ്പോൾ കിട്ടിയ കുറച്ചരിയുമായി അപ്പൂപ്പൻ വീട്ടിലേക്ക് തിരിച്ചെത്തി. അങ്ങനെ പോകുന്ന വഴിയിൽ ഒരു കാക്ക തേങ്ങയുമായി പറന്നു വരുന്നത് കണ്ട അപ്പൂപ്പൻ ഒരു കല്ലെടുത്ത് കാക്കയെ എറിഞ്ഞു. പേടിച്ചു പോയ കാക്ക തേങ്ങ ഉപേക്ഷിച്ച് പറന്നുപോയി. അപ്പൂപ്പനാകട്ടെ ആ തേങ്ങയും എടുത്ത് വീട്ടിലെത്തി. അതിനുശേഷം അരിയും തേങ്ങയും അമ്മൂമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് അപ്പം ചുടാൻ പറഞ്ഞു. അമ്മൂമ്മ അരിയൊക്കെ കഴുകി പൊടിച്ച് തേങ്ങയും ചേർത്ത് അപ്പം ചുട്ടു. ചുട്ടു കഴിഞ്ഞപ്പോൾ ആകെ 3 അപ്പം. 2 പേർക്കും വായിൽ വെള്ളം ഊറി. അവരപ്പം പങ്കിടാൻ തീരുമാനിച്ചു. അപ്പൂപ്പൻ പറഞ്ഞു, എനിക്ക് 2 അപ്പം വേണം. അമ്മൂമ്മ ഒരെണ്ണം എടുത്താൽ മതിയെന്ന്. അമ്മൂമ്മ സമ്മതിക്കുമോ? അമ്മൂമ്മ പറഞ്ഞു, കഷ്ടപ്പെട്ട് അപ്പം ഉണ്ടാക്കിയത് ഞാനാ, എന്നിട്ട് എനിക്ക് ഒരെണ്ണമോ? എനിക്ക് 2 എണ്ണം വേണം. അപ്പൂപ്പ ഒരെണ്ണം മാത്രം എടുത്താൽ മതി. അപ്പൂപ്പൻ സമ്മതിച്ചില്ല. കഷ്ടപ്പെട്ട് അരിയും തേങ്ങയും സംഘടിപ്പിച്ച് തനിക്ക് 2 അപ്പം കിട്ടിയേ തീരൂ എന്നായി അപ്പൂപ്പൻ. 2 പേരും തർക്കിച്ചും അവസാനം മടുത്തു. എന്നിട്ട് 2 പേരും കൂടി ഒരു തീരുമാനത്തിൽ എത്തി. 2 പേരും മിണ്ടാണ്ടിരിക്കണം. ആരാദ്യം മിണ്ടണവോ അയാൾ തോൽക്കും. അയാൾക്ക് 1 അപ്പം. വിജയിക്കുന്ന ആൾക്ക് 2 അപ്പം. അങ്ങനെ അവർ മത്സരം ആരംഭിച്ചു. 2 പേരും മിണ്ടാതെ ഇരിക്കാൻ തുടങ്ങി. ഇരുന്നിരുന്ന് മടുത്ത അവർ കിടന്നു. കടുത്ത മത്സരമാണല്ലോ, ഇത്തിരി വൈകിയാലും 2 അപ്പം കിട്ടുമല്ലോ എന്ന് ഇരുവരും കരുതി. അപ്പോഴാണ് ഒരു കാക്ക അതുവഴി പറന്നു വന്നത്. കാക്ക നോക്കുമ്പോൾ 3 അപ്പം ഉണ്ടാക്കി വെച്ചിട്ട് അപ്പൂപ്പനും അമ്മൂമ്മയും മാറിക്കിടക്കുന്നു. കാക്ക കൂടുതലൊന്നും ആലോചിച്ചില്ല. ഒരപ്പവും കൊത്തിക്കൊണ്ട് കാക്ക പറന്നുപോയി. അപ്പൂപ്പനും അമ്മൂമ്മയും അതൊന്നും ശ്രദ്ധിക്കാതെ കിടന്നു. മിണ്ടിയാൽ ഒരപ്പമല്ലേ കിട്ടൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പൂച്ച അതുവഴി വന്നു. ഒരപ്പം പൂച്ചയും എടുത്തുകൊണ്ട് പോയി. അപ്പൂപ്പനും അമ്മൂമ്മയും അതും അറിഞ്ഞില്ല.
ഒന്നും മിണ്ടിയുമില്ല. മിണ്ടിയാൽ തോറ്റു പോകുമല്ലോ. അത് കണ്ടുകൊണ്ട് അടുത്ത വീട്ടിലെ ഒരു കുട്ടി അതിലേ വന്നു. അവനെ വിശക്കുന്നുണ്ടായിരുന്നു. അവൻ അപ്പൂപ്പനെയും അമ്മൂമ്മയും മാറി മാറി വിളിച്ചു. രണ്ടുപേരും മിണ്ടുന്നില്ല. അവൻ മിച്ചമുണ്ടായിരുന്ന അപ്പവും എടുത്ത് തൻ്റെ വീട്ടിലേക്ക് മടങ്ങി. പോകുന്ന വഴി ആ കുട്ടി ഒരു മുതിർന്ന ആളോട് പറഞ്ഞു, ആ വീട്ടിലെ അപ്പൂപ്പനും അമ്മൂമ്മയും മരിച്ചുവെന്ന്. ആ മുതിർന്നയാൾ വേഗം വീട്ടിലെത്തി. അപ്പൂപ്പനെയും അമ്മൂമ്മയും വിളിച്ചു നോക്കി. അനക്കമൊന്നുമില്ല. അയാളാദ്യം തന്നെ അപ്പൂപ്പൻ്റെ വായും മൂക്കും മൂടിക്കെട്ടി. ശ്വാസം മുട്ടിയ അപ്പൂപ്പൻ ശബ്ദമുണ്ടാക്കി. അപ്പോൾ അമ്മൂമ്മ ചാടി എണീറ്റ്, ഞാൻ ജയിച്ചേ എന്ന്, രണ്ടപ്പവും എനിക്ക് കിട്ടിയേ എന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് ഒറ്റ ഓട്ടം. കൊതിയോടെ നോക്കിയപ്പോൾ ഒരപ്പം പോലും മിച്ചമില്ല. രണ്ടുപേരും നിരാശയായി. വിട്ടുവീഴ്ച ചെയ്തിരുന്നെങ്കിൽ ഒരപ്പമെങ്കിലും കിട്ടിയേനെ എന്ന് അവർ ചിന്തിച്ചു. സുഹൃത്തുക്കളെ, ഇതിൽ നിന്ന് നമ്മൾ പഠിച്ച ഗുണപാഠം എന്താണ്? വാശി പിടിച്ചാൽ ഉള്ളതും കൂടെ ഇല്ലാതാകും.